ഈ ഒരു ഒറ്റ കാര്യത്താൽ നിങ്ങൾ പിടിക്കപ്പെട്ടവരാണെങ്കിൽ അത് ഇതാണ്: ദൈവത്തിൻ്റെ മുമ്പാകെ ഉള്ള നിങ്ങളുടെ ആന്തരിക ജീവിതം. അതാണ് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പഴയ നിയമത്തിൽ മനോഹരമായൊരു വാക്യമുണ്ട്. ഞാനത് നിങ്ങൾക്ക് വേണ്ടി വായിക്കാം, നിങ്ങൾ ഒരിക്കലും മറന്നു കളയരുത്. 1 ശമൂവേൽ 16-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം. ഇത് പഴയ നിയമത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാക്യങ്ങളിൽ ഒന്നാണ്. എനിക്കറിയില്ല എല്ലാ വിശ്വാസികളും ഇത് വിശ്വസിക്കുന്നുവെന്ന്. 1 ശമൂവേൽ 16-ാം അധ്യായം 7-ാം വാക്യം അവസാന ഭാഗം. മനുഷ്യൻ കണ്ണിന് കാണുന്നത് നോക്കുന്നു, യഹോവ ഹൃദയത്തെ നോക്കുന്നു. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഈ ഒറ്റ സത്യത്താൽ നിങ്ങൾ പിടിക്കപ്പെട്ടാൽ ആളുകൾ നിങ്ങളുടെ പുറത്തുള്ള കാര്യമാണ് കാണുന്നത്. ദൈവം നോക്കുന്നത് നിങ്ങളുടെ ഹൃദയത്തിലേക്കാണ്. പുറത്ത് നിങ്ങൾ എന്താണ്, ദൈവത്തിന് അതൊരു വിഷയമേ അല്ല. കാരണം അവൻ എപ്പോഴും നോക്കുന്നത് ഉള്ളിലേക്കാണ്. പഴയ നിയമത്തിലെ ദുഃഖകരമായ കാര്യം ഇതാണ്: അവരുടെ അകത്തൊന്നും ചെയ്യാൻ അവർ കഴിയുമായിരുന്നില്ല. എല്ലാ ന്യായപ്രമാണവും പുറത്തുള്ള കാര്യമായിരുന്നു. വ്യഭിചാരം ചെയ്യരുത്, കുല ചെയ്യരുത്, മറ്റുള്ളവർക്ക് ദോഷം ചെയ്യല്, എല്ലാ കാര്യവും ന്യായപ്രമാണം മുഴുവനും പുറത്തുള്ള കാര്യമായിരുന്നു. അതുപോലെ അനുഗ്രഹവും പുറത്തുള്ള കാര്യമായിരുന്നു. വസ്തുക്കളും ഭൂമിയും അങ്ങനെയുള്ള. നമുക്കിങ്ങനെ പറയാം, പഴയ നിയമം പുറത്തുള്ള ഒരു മതമായിരുന്നു, പുതിയ നിയമം അകത്തുള്ളതും. അതുകൊണ്ട് ആളുകൾ അവരെ ക്രിസ്ത്യാനി എന്ന് പറയുമ്പോൾ അവരെ പുറത്തുള്ള കാര്യങ്ങളാൽ പിടിക്കപ്പെട്ടു പോകും, അകത്തുള്ള കാര്യത്തേക്കാൾ അധികം. നമുക്കിങ്ങനെ പറയാം, അങ്ങനെയുള്ള ക്രിസ്ത്യാനികൾ പുറകിലേക്ക് പോയി പഴയ നിയമത്തിൽ ജീവിക്കുന്നവരാണ്. അവർക്കിത് പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടു. യേശുക്രിസ്തു നൽകാൻ വന്നതും യേശുക്രിസ്തു പഠിപ്പിച്ചതും. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിലേക്ക് വന്നാൽ, നിങ്ങൾക്കെല്ലാവർക്കും ഈ വാക്യം അറിയാമെന്ന് എനിക്കറിയാം. മത്തായി 5:20. എങ്ങനെയാണ് നമ്മൾ ദൈവരാജ്യത്തിൽ കടക്കുന്നത്? ഇതാണ് നാം പ്രസംഗിക്കേണ്ടത്. എങ്ങനെയാണ് നമുക്ക് സ്വർഗരാജ്യത്തിൽ കടക്കാനായിട്ട് കഴിയുന്നത്? യേശുക്രിസ്തു തന്നെ പറഞ്ഞ ഈ വാക്കുകൾ കേൾക്കുക. ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ നീതി കവിയുന്നില്ലെങ്കിൽ അതിനർത്ഥം ഒന്നിനേക്കാൾ മുകളിൽ പരീശന്മാരുടെയും ശാസ്ത്രിമാരുടെയും നീതിയെ കവിയുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ കടക്കുകയില്ല. പരീശൻ ദേവാലയത്തിൽ നിന്ന് പ്രാർത്ഥിച്ചപ്പം അവൻ്റെ നീതിയെക്കുറിച്ച് അവൻ പറഞ്ഞു, ഞാൻ ദിവസം 3 വട്ടം പ്രാർത്ഥിക്കുന്നു, ആഴ്ചയിൽ 2 ദിവസം ഉപവസിക്കുന്നു, ഞാൻ ദശാംശം കൊടുക്കുന്നു. എല്ലാം പുറത്തുള്ളതാണ്. ഞാൻ ഇത് ചെയ്യുന്നു, ഞാൻ അത് ചെയ്യുന്നു, ഞാൻ മറ്റേ കാര്യം ചെയ്യുന്നു. കർത്താവ് പറഞ്ഞു, ഇതുപോരാ, നിന്റെ നീതി കവിയണം പരീശന്മാരുടെ നീതിയേക്കാൾ. എപ്പോഴൊക്കെ മനുഷ്യരായ നമ്മൾ കൂടുതൽ എന്ന് കേൾക്കുമ്പം നമ്മളെപ്പോഴും ചിന്തിക്കുന്നത് അളവിനെക്കുറിച്ചാണ്. അവരെ ആഴ്ചയിൽ 2 പ്രാവശ്യം ഉപവസിക്കുന്നു, നമ്മൾ 3 പ്രാവശ്യം ഉപവസിക്കണം. അവർ ദിവസം 3 പ്രാവശ്യം പ്രാർത്ഥിക്കുന്നു, നമ്മൾ 5 പ്രാവശ്യം പ്രാർത്ഥിക്കണം. അങ്ങനെയല്ല. അവിടെ കവിയുക എന്ന് പറയുന്നത് അതിൻ്റെ ഗുണത്തിലാണ്. പരീശന്മാരുടെ നീതി അത് അളവിലാണ്. നിങ്ങളുടേത് അത് കവിയുന്നതായിരിക്കണം അതിൻ്റെ ഗുണത്തിൽ. അതാണ് അതിൻ്റെ അർത്ഥം. പരീശന്മാരുടെ നീതി അത് പുറത്തായിരുന്നു, നിങ്ങളുടേത് അകത്തായിരിക്കണം. അല്ലെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ കടക്കില്ല. ഞാൻ പറയട്ടെ നിങ്ങളോട്, ഇവിടെ ഇരിക്കുന്ന എല്ലാവരോടും, ഈ 1700 വരെ ഞാൻ കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ പറയട്ടെ, യേശുവിൻ്റെ വാക്കുകളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. നിങ്ങളുടെ നീതി, നിങ്ങൾക്കുണ്ടെന്ന് കരുതുന്ന ഏത് നീതിയും അതായിരിക്കുന്നത് പരീശന്മാരുടെ നീതി പോലെ അത് പുറത്താണെങ്കിൽ, നിങ്ങൾ വേദപുസ്തകം വായിക്കുന്നു, സഭയിൽ പോകുന്നു, നിങ്ങൾ പണം കൊടുക്കുന്നു, നിങ്ങൾ പാട്ട് പാടുന്നു, നിങ്ങൾ പറയുന്നു നിങ്ങൾ യേശുവിനെ സ്വീകരിച്ചിരിക്കുന്നു, എന്നാൽ ഇതെല്ലാം പുറത്താണെങ്കിൽ, എന്നാൽ നിങ്ങളുടെ ഉള്ള് അത് അശുദ്ധമായിരിക്കുന്നെങ്കിൽ
നിങ്ങൾ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കില്ല. ആകാശവും ഭൂമി ഒഴിഞ്ഞു പോകും, എങ്കിലും ഈ വാക്കുകൾ മാറുകയില്ല. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, ഉള്ളിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക, പുറത്തുള്ള കാര്യങ്ങൾ സാരമില്ല. യേശുക്രിസ്തു ഈ വചനങ്ങൾ പറഞ്ഞ ശേഷം, നിങ്ങളുടെ നീതി പരീശന്മാരുടെ നീതിയെ കവിയണം എന്ന് പറഞ്ഞ ശേഷം യേശു അവൻ പറഞ്ഞു, ശരി, ഞാനിത് നിങ്ങൾക്ക് വിവരിച്ച് പറയാം. അതാണ് യേശു അടുത്ത വാക്യത്തിൽ പറയുന്നത്. പരീശന്മാർ പറയുന്നു കൊല ചെയ്യരുതെന്ന്, ഞാൻ പറയുന്നു കോപിക്കരുത്. കുലപാതകം അത് പുറത്താണ്, എന്നാൽ കോപം അത് അകത്താണ്. എന്താ യേശു പറയുന്നത് കേട്ടോ? പരീശന്മാരുടെ നീതി നിങ്ങൾ കൊലപാതകം ചെയ്യരുത്, നിങ്ങളുടെ നീതി അതിനെ കവിയുന്നതായിരിക്കണം, അത് നിങ്ങൾ കോപിക്കരുതെന്നാണ്. അതുകൊണ്ട് നിങ്ങൾ കൊലപാതകം ചെയ്യാതിരിക്കുകയും എന്നാൽ നിങ്ങൾ കോപിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നെങ്കിൽ, ഞാൻ നിങ്ങളോട് സത്യം പറയട്ടെ, നിങ്ങൾ സ്വർഗരാജ്യത്തിൽ കടക്കയില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പഠിപ്പിക്കുന്നതുകൊണ്ട് ആളുകൾ നമ്മളെ ദൈവദൂഷണം പറയുന്നവരും തെറ്റായി പഠിപ്പിക്കുന്നവരും അവരാഗ്രഹിക്കുന്ന പോലെ അവരെ വിളിക്കട്ടെ. എന്നാൽ ഞാൻ പറയട്ടെ, ആകാശവും ഭൂമി ഒഴിഞ്ഞു പോകും, യേശു പറഞ്ഞ ഈ വാക്കുകൾ ഒഴിഞ്ഞു പോകത്തില്ല. മത്തായിയുടെ സുവിശേഷം 5:22 പറയുന്നു, സഹോദരനോട് കോപിക്കുന്നവനെല്ലാം ന്യായവിധിക്ക് യോഗ്യനാവും. തൻ്റെ സഹോദരനോട് കോപത്തോടെ പറയുന്നവനെല്ലാം അവൻ സുപ്രീം കോടതിയുടെ മുമ്പിൽ നിൽക്കേണ്ടി വരും. അതിനും അപ്പുറത്തെ അവൻ മോശപ്പെട്ട കാര്യം പറഞ്ഞാൽ അവൻ നരകത്തിലേക്ക് പോകാൻ തക്കോണം കുറ്റക്കാരനാവും. നിങ്ങൾക്കറിയാമോ എവിടെ നിന്നാണ് കോപം പൊങ്ങി വരുന്നതെന്ന്? കോപം തുടങ്ങുന്നത് ഹൃദയത്തിലാണ്. സഭാപ്രസംഗിയിൽ പറയുന്നു, സഭാപ്രസംഗി 7:9 ഞാൻ കരുതുന്നു, മൂഢന്മാരുടെ മാർവിലല്ലോ നീരസം വസിക്കുന്നത്. നിങ്ങളിൽ ആരെങ്കിലും കോപം സൂക്ഷിക്കുന്ന ദൈവവചനം അനുസരിച്ച് മൂഢന്മാരുടെ ഹൃദയത്തിലാണ് നീരസം വസിക്കുന്നത്. ബുദ്ധിയുള്ള മനുഷ്യൻ പെട്ടെന്ന് അതിൽ നിന്ന് രക്ഷപ്പെടും, മൂഢൻ അത് ഹൃദയത്തിൽ സൂക്ഷിക്കും. നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ ഹൃദയത്തിൽ കോപം സൂക്ഷിക്കുന്നെങ്കിൽ നിങ്ങളൊരു മൂഢനാണെന്ന് തെളിയിക്കുകയാണ്. എന്നോട് കോപിക്കരുത്, ഇത് പരിശുദ്ധാത്മാവ് പറയുന്നതാണ്. എന്നാൽ നിങ്ങളുടെ കോപം പുറത്തേക്ക് വരുമ്പം നിങ്ങളുടെ വായിൽ കൂടെ വാക്കുകളായി നിങ്ങളുടെ ഭാര്യയോട്, ഭർത്താവിനോട്, സഹോദരനോട്, മറ്റാരോടെങ്കിലും, ഒരു പക്ഷെങ്കിലും ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറോടായിരിക്കും, എല്ലാവരോടും നിങ്ങൾ കോപിക്കാം നിങ്ങളുടെ വായിൽ കൂടെ വാക്കായിട്ട് വരുമ്പം. അതിനുശേഷം അത് കൂടുതൽ വാക്കുകളാൽ പുറത്തു വരും. നിങ്ങൾ നരകത്തിലേക്ക് പോകുവാൻ തക്കവണ്ണം കുറ്റക്കാരനായി. ഏതെങ്കിലും സഭയിൽ ഇങ്ങനെ പ്രസംഗിച്ച് കേട്ടിട്ടുണ്ടോ? നമ്മുടെ സഭയിലേക്ക് വന്ന സഹോദരന്മാരെ എനിക്കറിയാം. അവരെന്നോട് പറയാറുണ്ട്, സഹോദര, നിങ്ങളുടെ സഭയിൽ വരുന്നതിന് മുമ്പ് കോപം ഒരു പാവമാണെന്ന് എനിക്കറിയില്ലായിരുന്നു. ഞാൻ പറയും, നിങ്ങളുടെ കയ്യിൽ വേദവസമുണ്ട്. ഇത് കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് ഒത്തിരി ദൂരം വായിക്കണ്ടല്ല. മത്തായിയുടെ സുവിശേഷം 5 വരെ വായിച്ചാൽ മതി, നിങ്ങളിത് കണ്ടെത്തും. യേശു എന്താ അവിടെ വിവരിക്കുന്നത്? നിങ്ങളുടെ നീതി പരീശന്മാരുടെ നീതിയെ കവിയുന്ന ഒന്നല്ലെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ കടക്കില്ല. നമ്മൾ അല്പസമയം മുമ്പ് കേട്ടതുപോലെ അകത്തുള്ള ചില രോഗങ്ങളുണ്ട്. അതിന് പുറത്തൊരു പ്രശ്നവും തോന്നുന്നില്ല. നിങ്ങളൊരു ബ്ലഡ് ടെസ്റ്റ് നടത്തുന്നത് വരെ നിങ്ങൾ കണ്ടെത്തും, എൻ്റെ ബ്ലഡിൽ ക്യാൻസർ ഉണ്ടായിരുന്നു, എനിക്ക് മറ്റു ചില അസുഖങ്ങളുണ്ട്, എനിക്കൊന്നും തോന്നുന്നില്ല, ഞാനെല്ലാം ശരിയായിരിക്കുന്നു. ഇതുപോലെ തന്നെയാണ് പാവവും. അതുകൊണ്ട് യേശു പറഞ്ഞു, നിങ്ങളുടെ അകം ശ്രദ്ധിക്കുക. മനുഷ്യൻ പുറത്തുള്ളത് കാണുന്നു, ദൈവം അകത്തുള്ളത്. നിങ്ങളുടെ നീതി കവിയണം പരീശന്മാരുടെ നീതിയേക്കാൾ. ഇതാണ് ദൈവത്തിൻ്റെ മുഴുവൻ ഉദ്ദേശവും. നമ്മൾ പറയുന്ന മുഴുവൻ സുവിശേഷത്തിൻ്റെ ഭാഗമാണിത്. കഴിഞ്ഞ 41 വർഷം മനുഷ്യൻ പുറമേയുള്ളത് നോക്കുന്നു, ദൈവം അകത്തേതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. അതിനുശേഷം യേശു മറ്റൊരു ഉദാഹരണത്തോട് പറഞ്ഞു. പരീശന്മാരുടെ നീതി വ്യഭിചാരം ചെയ്യരുത്, പുറത്ത്, 27 വാക്യം. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളൊരു സ്ത്രീയെ നോക്കുമ്പം നിങ്ങളവളെ തൊടുന്നില്ല, അവിടെ അടുത്ത് പോകുന്നില്ല, അവളോട് സംസാരിക്കുന്നില്ല, നിങ്ങളവളെ നോക്കുന്നു, എനിക്കവളെ കിട്ടിയിരുന്നെങ്കിൽ, അവളോടുകൂടെ കിടക്കയിലായിരുന്നെങ്കിൽ. നിങ്ങളത് ചെയ്തു കഴിഞ്ഞു. കമ്പ്യൂട്ടറിൻ്റെ സ്ക്രീനിൽ ക്ലിക്ക് ചെയ്യുന്ന എല്ലാവരും തന്നെ അശ്ലീല ചിത്രങ്ങൾ കാണുന്ന ചെറുപ്പക്കാരായ ആളുകൾ, വിവാഹിതരായവർ, അശ്ലീല ചിത്രങ്ങൾ കാണുന്നവർ. നിങ്ങൾക്കറിയാമോ,
60-70% വീണ്ടും ജനിക്കപ്പെട്ട ക്രിസ്ത്യാനികൾ അശ്ലീല ചിത്രം കാണുന്നവരാണെന്ന്. ശരിയാണ്. ചില ആളുകൾ നടത്തിയ സർവേകളിൽ നിങ്ങൾ ആരാണെന്ന് മറ്റുള്ളവർ അറിയില്ല. അതുകൊണ്ട് അവർ സത്യം പറയും. എനിക്ക് ധാരാളം ഇമെയിലുകൾ വിശ്വാസികളായിട്ടുള്ള ചെറുപ്പക്കാർ. കാരണം ഒരു ഇമെയിലിൽ നിങ്ങൾ ആരാണെന്ന് ആരും അറിയില്ല. നിങ്ങൾക്കറിയില്ല അവർ ഏത് രാജ്യത്തു നിന്നാണ് നിങ്ങൾക്ക് എഴുതുന്നതെന്ന്. ആരാണ് അവർക്ക് 50 വയസ്സുണ്ടോ 15 വയസ്സുണ്ടോ ആർക്കും അറിയത്തില്ല. അവർ വളരെ സത്യസന്ധമുള്ളവരായിരിക്കും. അനേക ഇമെയിലുകൾ എനിക്ക് ലഭിക്കും. സഹോദരൻ സാക്കെ, ഞാൻ കർത്താവിനെ സ്വീകരിച്ചവനാണ്, എന്നാൽ ഞാൻ ഈ കാര്യത്തിൽ ഒരു അടിമയായിരിക്കുന്നു. അവർക്ക് ഒരു ജഡീക സുഖങ്ങളും ലഭിക്കുന്നില്ല. അത് ഇതുപോലെയല്ല, യഥാർത്ഥ വ്യഭിചാരം പോലെയല്ല. അവിടെ നിങ്ങൾക്ക് ചില ലൈംഗിക സുഖം ലഭിക്കുന്നു. ഇവിടെ അവർക്ക് ഒരു തൃപ്തിയും ലഭിക്കുന്നില്ല. അവർ ചില കാര്യങ്ങൾ കാണുന്നു, അത് നിങ്ങളുടെ മനസ്സിലേക്ക് പോകുന്നു, നിങ്ങളെ വളരെ ഉത്സാഹവാനാവുന്നു. പിശാച് എത്ര വലിയ ഫോഷന്മാരാക്കിയിരിക്കുന്നു. അവർക്കതിൽ നിന്ന് ഒരു സുഖവും ലഭിക്കുന്നില്ല. അവരത് കണ്ടുകൊണ്ടിരിക്കുന്നു. അവരുടെ കണ്ണിന് മുമ്പിൽ ഒരു ദൈവഭയവും ഇല്ല. അതാണ് ദൈവം കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ആ കമ്പ്യൂട്ടറിൽ അത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്കറിയാമോ ആരൊക്കെ? നിങ്ങളുടെ മാതാപിതാക്കൾ അവിടെ ഇല്ല, റൂം ലോക്കാണ്. എന്നാൽ അവിടെ പിശാചുക്കളുണ്ട്. അവർ വന്നു ഹാ ഹാ ഹാ. അവിടെ ദൂതന്മാരുണ്ട്. അവർ ദുഃഖിക്കുന്നു. പരിശുദ്ധാത്മാവോടുണ്ട്. നിങ്ങളൊരു വിശ്വാസിയാണ്. പിശാച് ദൈവത്തിൻ്റെ അടുക്കൽ അവൻ സഹോദരന്മാരെ കുറ്റപ്പെടുത്തുന്നവനാണ്. അവൻ പറയും, ദൈവമേ, അവിടെ ഇരിക്കുന്ന അവനെ കണ്ടോ? നിന്റെ മകനാണെന്ന് അവൻ അവകാശപ്പെടുന്നു. അവൻ പോകുന്നത് CFCയിലാണ്. നീ കേട്ടോ? അവൻ എന്താ കണ്ടുകൊണ്ടിരിക്കുന്നത്? ഞായറാഴ്ച രാവിലെ വന്ന് അവൻ എന്താ പാടുന്നത്? ദൈവമേ, ഇതാണോ നിന്റെ മകൻ? ഇപ്പോൾ സ്ത്രീകളും ഇത് കാണുന്നു, വിശ്വസിച്ചാലും ഇല്ലെങ്കിലും. എത്ര വഴിപിഴച്ചു മനുഷ്യൻ! സ്ത്രീകളും അശ്ലീല ചിത്രം കാണുന്നു. ഭ്രാന്തമാണത്. പുരുഷൻ ശക്തമായ ലൈംഗിക വികാരമുള്ളവനാണ്. സ്ത്രീ ഭ്രാന്തമായ ലൈംഗിക വികാരം. അവൾ ഒരു വേശ്യയോട് അടുത്ത് നിൽക്കുന്നു. വളരെ ഗൗരവമായ പ്രശ്നമുണ്ട്. കാരണം നാം ജീവിക്കുന്ന സാമൂഹിക ചുറ്റുപാട് അത് നമ്മുടെ ഹൃദയത്തിലേക്ക് വന്ന് നമ്മളെ കളങ്കപ്പെടുത്തുന്നു. സഹോദരന്മാരെ, ഇതിനോട് പൊരുതുക. കർത്താവ് CFCയെ ഉയർത്തിക്കൊണ്ട് വന്നത് ഈ കാര്യങ്ങൾക്കെതിരെ നിൽക്കാനാണ്. നമുക്ക് ആളുകളെ വ്യത്യാസപ്പെടുത്താൻ കഴിയില്ല, എന്നാൽ അവർക്ക് മുന്നറിയിപ്പ് കൊടുക്കാൻ കഴിയും. നിങ്ങൾ പറയും, ബ്രദർ സാക്കെ, നിങ്ങളെ പേടിപ്പിക്കല്ലേ. നിങ്ങൾ ചിന്തിക്കുന്നു, യേശു നിങ്ങളെ പേടിപ്പിക്കായിരുന്നു ഇത് പറഞ്ഞപ്പോൾ? നിങ്ങൾ കോപിച്ചാൽ നിങ്ങൾ നരകത്തിലേക്ക് പോകുമെന്ന്. സ്ത്രീയെ മോഹത്തോടെ നോക്കിയാൽ ഇവിടെ പറയുന്നു, നിങ്ങളുടെ കണ്ണ് ചൂഴ്ന്നെടുക്കണം. നിങ്ങൾ നരകത്തിൽ പോകുന്നതിനേക്കാൾ നിങ്ങളുടെ ഒരു കണ്ണ് നഷ്ടപ്പെടുന്നതാണ്. 29-ാം വാക്യത്തിൽ നിങ്ങളെ നരകത്തിൽ തള്ളിയിടും. കൈകൊണ്ടുള്ള ലൈംഗിക പാപത്തെക്കുറിച്ച് പറയുന്നു. കണ്ണുകൊണ്ടുള്ള ലൈംഗിക പാപം. 30-ാം വാക്യത്തിൽ വലത് കൈ കൊണ്ടുള്ള ലൈംഗിക പാപത്തെക്കുറിച്ച് പറയുന്നു. യേശു ക്രിസ്തു നമ്മളെ സങ്കോചപ്പെടുത്തുന്ന വാക്കുകൾ പറയില്ല. നിങ്ങൾക്കറിയാതെ എന്താണ്? നിങ്ങൾ നരകത്തിലേക്ക് പോകും. നിങ്ങൾ വിശ്വസിക്കുന്നോ? യേശു എന്താ പറഞ്ഞ്? ലൈംഗിക പാപത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്തുകൊണ്ടാണ് വലത് കൈയെക്കുറിച്ച് പറഞ്ഞത്? 30-ാം വാക്യത്തിൽ നിങ്ങൾ നരകത്തിലേക്ക് പോകും, അതിനെ കട്ട് ചെയ്ത് കളയുന്നതാണ് നല്ലത്. അതുകൊണ്ട് നരകത്തിൽ പോകുന്നതിനേക്കാൾ. എത്ര ആളുകൾ ലൈംഗിക പാപത്തെ ഗൗരവമായിട്ട് എടുക്കുന്നു? ആളുകൾ എന്നോട് ചിലപ്പം ചോദിക്കാറുണ്ട്, സഹോദര, നിങ്ങൾ എന്തുകൊണ്ടാണ് കോപത്തെ പറ്റി ഇത്രമാത്രം സംസാരിക്കുന്നത്? ലൈംഗികമായ ചിന്തയെക്കുറിച്ച്, രഹസ്യത്തിലുള്ള ലൈംഗിക പാപത്തെക്കുറിച്ച്. ഞാൻ പറയും, ഗിരിപ്രഭാഷണം വായിക്കുമ്പം അവിടെ 2 സ്ഥലങ്ങളിലാണ് നിങ്ങൾ നരകത്തിലേക്ക് പോകുമെന്ന് പറഞ്ഞത്. 2 പാപങ്ങൾ മാത്രം. വേറെ പല പാപത്തെക്കുറിച്ച് അവിടെ പറയുന്നുണ്ട്. ഗിരിപ്രകാശത്തിൽ കള്ളം പറയുന്നതിന്, വിവാഹമോചനം, നിന്റെ കൂട്ടുകാരനെ വെറുക്കുന്നത് അതൊരു പാപമാണ്. മറ്റുള്ളവർ കാണാൻ പണം കൊടുക്കുന്നത്, മറ്റുള്ളവർ കാണാൻ വേണ്ടി ദീർഘമായിട്ട് പ്രാർത്ഥിക്കുന്നത് ഒരു പാപമാണ്. മറ്റുള്ളവർ അറിയാൻ വേണ്ടി ഉപവസിക്കുന്നത്, ദ്രവ്യാഗ്രഹം, വിചാരപ്പെടുന്നത്, മറ്റുള്ളവരെ വിധിക്കുന്നത്, ഒത്തിരി കാര്യം 5, 6, 7 അധ്യായങ്ങളിൽ. എന്നാൽ ഈ എല്ലാ കാര്യത്തിൽ നിന്നും 2 കാര്യം അവൻ എടുത്തു പറഞ്ഞു. ഇത് നിങ്ങളെ നരകത്തിലേക്ക് നടത്തും. നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് മറ്റുള്ളവരെ അറിയിച്ചാൽ നിങ്ങൾ നരകത്തിൽ പോവില്ല, അതൊരു പാപമാണ്. നിങ്ങൾ ഉപവസിച്ച് അത് വിളംബരം ചെയ്താൽ അതൊരു പാപമാണ്, എന്നാൽ നരകത്തിലേക്ക് പോവില്ല.
നിങ്ങൾ നിങ്ങളുടെ ശത്രുവിനെ സ്നേഹിച്ചില്ലെങ്കിൽ അതൊരു പാവമാണ്, എങ്കിലും നരകത്തിൽ പോകില്ല. നിങ്ങൾ വിചാരപ്പെട്ടാൽ അതൊരു പാവമാണ്, എങ്കിലും നരകത്തിൽ പോകില്ല. ദ്രവ്യാഗ്രഹം പാപമാണ്, എന്നാൽ അത് നിങ്ങളെ നരകത്തിലേക്ക് കൊണ്ടുപോകില്ല. എന്നാൽ കോപത്തിന്റെ കാര്യം വരുമ്പം ലൈംഗിക ചിന്തകൾ, നിങ്ങളുടെ കണ്ണുകൊണ്ട് മോഹിക്കുന്നത്, നിങ്ങളുടെ കൈകൊണ്ട് പാപം ചെയ്യുന്നത്, അത് നിങ്ങളെ നരകത്തിലേക്ക് കൊണ്ടുപോകും. മത്തായി 5 വായിച്ചു നോക്കൂ, 6ഉം 7ഉം ഗിരിപ്രഭാഷണം. നരകത്തെക്കുറിച്ച് പറയുന്നത് ഈ 3 ഇടങ്ങളിൽ മാത്രമാണ്. നാവ് കൊണ്ട് ചെയ്യുന്ന പാപം, കണ്ണുകൊണ്ട് ചെയ്യുന്ന പാപം, കൈകൊണ്ട് ചെയ്യുന്ന പാപം. രഹസ്യമായി മറ്റാളുകൾക്കറിയില്ല. നാം ഇതേ കണ്ണുകൾ കൊണ്ട് ദൈവത്തിന്റെ വചനം വായിക്കുന്നു, പാട്ടുകൾ നോക്കുന്നു, അതേ നാവ് കൊണ്ട് പാട്ട് പാടുന്നു, ദൈവത്തെ സ്തുതിക്കുന്ന വാക്കുകളെ നമ്മളെ സംസാരിക്കുന്നു, അതേ നാവ് കൊണ്ട് മറ്റുള്ളവരോട് കോപിക്കുന്നു. നിങ്ങളുടെ വലത് കൈ കൊണ്ട് വേദപുസ്തകം പിടിക്കുന്നു, എന്നാൽ അതേ വലത് കൈ കൊണ്ട് ലൈംഗിക പാപം ചെയ്യുന്നു. ഞാൻ യേശുവിൻ്റെ വാക്കുകൾ വിശ്വസിക്കുന്നു. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ. ഈ പാപത്തെ ജയിക്കാനായിട്ട് നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ആവശ്യമില്ല. പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചെന്ന് പറയുന്ന അനേക ആളുകൾ, അന്യഭാഷ പറയുന്നവർ, ഈ പാപങ്ങളെല്ലാം ചെയ്യുന്നു. എന്നെ വിശ്വസിക്കൂ. പെന്തിക്കോസുകാരും കരസ്തമാറ്റിക്കാരും അവരെല്ലാവരും കോപിക്കുന്നു. അവരുടെ കണ്ണുകൊണ്ട് അവർ ലൈംഗിക പാപം ചെയ്യുന്നു, ലൈംഗിക ചിത്രം കൈകൊണ്ട് അങ്ങനെയെല്ലാം ചെയ്യുന്നു. അവർ പറയുന്ന അന്യഭാഷ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നില്ല. അങ്ങനെയെങ്കിൽ ഞാനൊരു മനുഷ്യൻ്റെ ഉദാഹരണം നിങ്ങളോട് പറയാം. അവൻ വീണ്ടും ജനിച്ചവനും പോലും ആയിരുന്നില്ല. അവൻ യേശുവിനെക്കുറിച്ച് ഒന്നും അറിയുമായിരുന്നില്ല. അവൻ്റെ കയ്യിലൊരു വേദപുസ്തകം ഇല്ലായിരുന്നു. അവൻ പരിശുദ്ധാത്മാവെല്ലാം നിറഞ്ഞവനായിരുന്നില്ല. അവൻ ഏറ്റവും കുറഞ്ഞത് വ്യഭിചാരത്തെങ്കിലും എതിർത്തു. ജോസഫ്, 20 വയസ്സുള്ള ചെറുപ്പക്കാരൻ, അവൻ്റെ മാതാപിതാക്കളിൽ നിന്ന് ദൂരെ, അവിടെ ഒരു വീട്ടിൽ അവനെ എല്ലാ ദിവസവും പ്രലോഭിപ്പിച്ചുകൊണ്ടിരുന്നു. അവൻ അവിടെ നിന്ന് ഓടിപ്പോയി. ഞാൻ വിശ്വസിക്കുന്നു, അന്ന് അശ്ലീല ചിത്രങ്ങളുണ്ടായിരുന്നെങ്കിൽ, ഒരു കമ്പ്യൂട്ടർ ഉണ്ടായിരുന്നെങ്കിൽ, ജോസഫ് അതിൻ്റെ മുന്നിൽ നിന്ന് ഓടിപ്പോകുമായിരുന്നു. എന്തുകൊണ്ടാണ് അവൻ അവിടെ നിന്ന് ഓടിപ്പോയത്? ആത്മനിറവല്ല, അവൻ ദൈവത്തെ ഭയന്നു. ആ സ്ത്രീ അവനെ പ്രലോഭിപ്പിച്ചു. അവൻ എന്താണ് പറഞ്ഞത്? ഉൽപ്പത്തി 39, എങ്ങനെയാണ് എനിക്ക് ദൈവത്തിനെതിരെ പാപം ചെയ്യാൻ കഴിയും? ആ വാക്യം വായിക്കാം, എല്ലാവരും ഇത് ഓർത്തിരിക്കുക. ഉൽപ്പത്തി 39-ാമത്തെ അധ്യായം. ആ സ്ത്രീ വളരെ മോഹത്തോടുകൂടി അവൻ്റെ അടുക്കൽ സമീപിച്ചു. അത് 7-ാം വാക്യം എന്ന് വായിക്കുന്നു. മോഹത്തോടുകൂടി അവനെ നോക്കി. ഉൽപ്പത്തി 39:7. അവനോട് പറഞ്ഞു, എന്നോടുകൂടി ശയിക്ക. ഒരു സ്ത്രീ ബലിഷ്ഠനായ ഒരു ചെറുപ്പക്കാരനെ സമീപിക്കുന്നു. നിങ്ങളിൽ ചിലർ 20 വയസ്സേ ഉള്ളൂ, നിങ്ങളുടെ മാതാപിതാക്കളിൽ നിന്ന് വിദൂരെയാണ്. യോസേഫിനെ പോലെ തന്നെ. നിങ്ങളെന്ത് ചെയ്യും? നിങ്ങൾ തന്നെ ഒരു വീട്ടിലുള്ളൂ. ഒരു ആകർഷണമുള്ള യുവതി നിങ്ങളോട് പറയുന്നു, വരിക വരിക, ഇവിടെ ആരുമില്ല. നിങ്ങൾ CFC വരുന്ന ഒരു വിശ്വാസിയാണ്. നിങ്ങളെന്ത് ചെയ്യും? ഇവിടെ വായിക്കുന്നു, അവൻ നിരസിച്ചു. 8-ാം വാക്യം. 9-ാം വാക്യത്തിൽ അവൻ പറയുന്നു, എനിക്കെങ്ങനെ ഇത്, 9-ാം വാക്യത്തിന്റെ അവസാന ഭാഗം, എനിക്കെങ്ങനെ ദൈവത്തിന് നേരെ ഈ വലിയ പാപം ചെയ്യാൻ കഴിയും? എങ്ങനെയാ നീ പറഞ്ഞത് ഇവിടെ ആരുമില്ലെന്ന്? ആരാ പറഞ്ഞ ഇവിടെ ആരുമില്ലെന്ന്? ദൈവം ഇവിടെ ഉണ്ട്. നിന്റെ ഭർത്താവ് ഇവിടെ ഇല്ല, എൻ്റെ പേരൻസ് ഇവിടെ ഇല്ല, എന്നാൽ ദൈവം ഇവിടെ ഉണ്ട്. എനിക്കെങ്ങനെ ദൈവത്തിന് നേരെ പാപം ചെയ്യാൻ കഴിയും? 10-ാം വാക്യം. ദിനം പ്രതി ദിനം പ്രതി ദിനം പ്രതി അവൾ അവൻ്റെ പുറകെ കൂടി. വരൂ വരൂ വരൂ. എല്ലാ ദിവസവും അവൻ പറഞ്ഞു, ഇല്ല, ദൈവം ഇവിടെ ഉണ്ട്, ദൈവം ഇവിടെ ഉണ്ട്, ദൈവം ഇവിടെ ഉണ്ട്. അവൾ ചിന്തിച്ചു കാണും, ഇവൻ ഭ്രാന്തനാണെന്ന്. ഏത് മനുഷ്യനാണ് ഒരു സ്ത്രീയെ ഇങ്ങനെ നിഷേധിക്കാൻ കഴിയുന്നത്? ഞാൻ പറയാം, അന്യഭാഷ പറയുന്നവനല്ല, എന്നാൽ ദൈവത്തെ ഭയപ്പെടുന്നവൻ. അന്യഭാഷ പറയുന്നതല്ല ജ്ഞാനത്തിൻ്റെ ആരംഭം. ഞാൻ അന്യഭാഷ പറയുന്ന ആളാണ്, ഞാനത് എതിരല്ല. 41 വർഷമായിട്ട് ഞാൻ അന്യഭാഷ പറയുന്നവനാണ്. എന്നാൽ അതല്ല ജ്ഞാനത്തിൻ്റെ ആരംഭം. ദൈവഭയമാണ് ജ്ഞാനത്തിൻ്റെ ആരംഭം. പരിശുദ്ധാത്മാവ് വന്ന് എന്നെ നിറച്ചപ്പം അവൻ എനിക്ക് അന്യഭാഷ മാത്രമല്ല ദൈവഭയം തന്നു. ആത്മാവ്, യെശയ്യാവ് 11, അവിടെ പറയുന്നത് ദൈവഭക്തിയുടെ ആത്മാവ്. ദൈവഭയത്തിൻ്റെ ഈ ആത്മാവിനെ നിങ്ങൾക്ക് അറിയുമോ? യെശയ്യാവ് 11 2-ാം വാക്യം, യഹോവ ഭക്തിയുടെ ആത്മാവ് യേശുവിൻ്റെ മേൽ വസിച്ചു.
ഈ ഒരു ആത്മാവാണ് എൻ്റെ മേൽ വസിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. അതാണ് യഥാർത്ഥ പരിശുദ്ധാത്മാവ്. യഹോവയുടെ ആത്മാവ്. യെശയ്യാ 11:2 ഇത് പറയുന്നു, യഹോവ ഭക്തിയുടെ ആത്മാവ്. അതിനർത്ഥം ആ ആത്മാവ് ദൈവത്തെ ഭയപ്പെടും. ഞാൻ കോപിക്കാനായിട്ട് പരീക്ഷിക്കപ്പെടുമ്പം, ഞാൻ ചില രഹസ്യഭാവം ചെയ്യാനായിട്ട് പരീക്ഷിക്കപ്പെടുന്ന സമയത്ത് എങ്ങനെ എനിക്ക് ചെയ്യാൻ കഴിയും? ദൈവം ഇവിടെ ഉണ്ട്. ദൈവം നോക്കുന്നത് ഹൃദയത്തെയാണ്, മനുഷ്യൻ പുറമേ ഉള്ളത് നോക്കുന്നു. യേശു ക്രിസ്തു മടങ്ങി വരുമ്പം നാം അവൻ്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കുമ്പം 1 കൊരിന്ത്യർ 4 നാം വായിക്കുന്നു, എങ്ങനെയാണ് ദൈവം നമ്മെ ന്യായം വിധിക്കുന്നത്? നിങ്ങൾ പരസ്യമായി ചെയ്ത കാര്യങ്ങളെ ആയിരിക്കില്ല, എന്നാൽ നിങ്ങൾ രഹസ്യമായിട്ട് ചെയ്തതിന്. 1 കൊരിന്ത്യർ 4:5 സമയത്തിന് മുമ്പേ ഒന്നും വിധിക്കരുത്. എന്നാൽ കർത്താവ് വരുമ്പം അവൻ ഇരുട്ടിൽ മറഞ്ഞിരുന്നത് വെളിച്ചത്താക്കി ഹൃദയങ്ങളുടെ ആലോചനയെ വെളിപ്പെടുത്തും. അതുകൊണ്ട് കർത്താവ് മടങ്ങി വരുമ്പം തൻ്റെ ന്യായവിധിയിൽ ഞാൻ ഇരുട്ടിൽ ചെയ്ത എല്ലാ പ്രവൃത്തികളെയും അവൻ വെളിപ്പെടുത്തും, എൻ്റെ ഹൃദയത്തിലുള്ള എല്ലാ കാര്യത്തെയും. നാം ചോദിക്കുക, എന്തായി പുറത്തുള്ള കാര്യങ്ങളെപ്പറ്റി? കർത്താവ് പറയാൻ അതിൻ്റെ ആവശ്യമില്ല. ഞാനിവനെ വിധിക്കും, ഈ മനുഷ്യൻ എന്തൊക്കെ ചെയ്തു, ആരും അവനെ കാണാതിരുന്നപ്പം. ഞാൻ അവനെ വിധിക്കും, ആരും അവൻ്റെ വീട്ടിലില്ലാത്തപ്പോൾ അവൻ്റെ ഭാര്യയോട് അവൻ എങ്ങനെ സംസാരിച്ചത്? അവളെങ്ങനെ അവിടെ ഭർത്താവിനോട് സംസാരിച്ചത്? മറ്റാരും അവിടെ ഇല്ലാഞ്ഞപ്പം. ഞാൻ അവനെ വിധിക്കും, അവനവൻ്റെ കട്ടിലിൽ തനിയെ കിടന്നപ്പോൾ എന്താ ചിന്തിച്ചതെന്ന്. എന്താ അവൻ ചിന്തിച്ചതെന്ന് ആർക്കും അറിയില്ല. അവൻ തനിയെ അവൻ്റെ വീട്ടിലിരുന്ന സമയത്ത്. ഇതാണ് ഞാൻ വിധിക്കാൻ പോകുന്നത്. ദൈവം പറയുന്നു, ഞാൻ എൻ്റെ വചനത്തിൽ എഴുതിയിട്ടുണ്ട്, മനുഷ്യൻ പുറമേ ഉള്ളത് നോക്കുന്നു, ദൈവമോ ഹൃദയങ്ങളെ നോക്കുന്നു. അത് മതി. നിങ്ങൾ ചോദിക്കും, പുറത്തെ കാര്യം എങ്ങനെയാ? യേശു എന്താ പറഞ്ഞെന്ന് കാണൂ. മത്തായി 23 പരീശന്മാരോട്, മത്തായി 23, കപടഭക്തിക്കാരായ പരീശന്മാരും ശാസ്ത്രന്മാരുമേ, 25 23:25. നിങ്ങൾ കിണ്ടികിണ്ണങ്ങളുടെ പുറം വെടിപ്പാക്കുന്നു, അകത്തെ അധർമ്മം നിറഞ്ഞിരിക്കുന്നു. അകം മുഴുവനും സ്വയമാണ്. ഭോഗത്തോടുള്ള ആസക്തി. ഭോഗത്തോടുള്ള ആസക്തി എന്ന് പറഞ്ഞാൽ എന്ത് ജഡത്തിന് ആവശ്യമോ അത് ചെയ്യുക. അകത്ത്. പുറത്തെല്ലാം വളരെ മനോഹരമാണ്. കുരുടനായ പരീശനെ മുമ്പേ കിണ്ണങ്ങളുടെ അകം വെടിപ്പാക്കുക, അതിനുശേഷം പുറം വെടിപ്പാക്കണോ? ഇല്ല, പുറം വെടിപ്പാക്കേണ്ട ആവശ്യമേ ഇല്ല. അകം മാത്രം വെടിപ്പാക്കുക. നിങ്ങൾ ശ്രദ്ധിച്ചോ? അത് നിങ്ങൾ ചിന്തിക്കും, യേശു പറയുന്ന ആദ്യം അകം വെടിപ്പാക്കുക, അതിനുശേഷം പുറം. അല്ല, അകം വെടിപ്പാക്കുക, അത് മതി. പുറം സ്വാഭാവികമായി വെടിപ്പാകും. നിങ്ങളുടെ ഉള്ളിൽ കോപത്തെ വെടിപ്പാക്കിയാൽ നിങ്ങൾ ആരെയും കൊല്ലുകയില്ല. നിങ്ങളുടെ ഉള്ളിലുള്ള മോഹത്തെ നിങ്ങൾ വെടിപ്പാക്കിയാൽ നിങ്ങൾ വ്യഭിചാരം ചെയ്യത്തില്ല. അതിൻ്റെ ആവശ്യം വരുന്നില്ല. അതുകൊണ്ടാണ് അവസാന നാളിൽ അവൻ അകത്തെ മാത്രം വിധിക്കുന്നത്, പുറത്തെ വിധിക്കാത്തത്. അതുകൊണ്ടാണ് അവിടെ വായിച്ചത്, ദൈവം ഹൃദയത്തിൽ മറഞ്ഞിരിക്കുന്നതിനെ വെളിച്ചത്താക്കി ഹൃദയത്തിൻ്റെ ആലോചനയെ വെളിപ്പെടുത്തും. അതുകൊണ്ടാണ് ഈ കാര്യം നമ്മൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ആ വൃത്തത്തിൻ്റെ ഭാഗമാണ്. മറ്റുള്ളവർ അതിൽ കളർ ചെയ്യുന്നില്ല, അതുകൊണ്ട് നമ്മളത് ചെയ്യുന്നു. ഇതാ മഴവിലുള്ള കളറാണ്. ഇതിന്ന് പ്രസംഗിക്കപ്പെടുന്നില്ല, അതുകൊണ്ട് നമുക്ക് ശരിയായ വെള്ളം കിട്ടുന്നില്ല. അത് ചില ഓറഞ്ചോ ഗ്രീനോ, എന്നാൽ അത് വെള്ളയല്ല. നിങ്ങൾക്ക് വെള്ളയുടെ അടുത്ത കളർ കിട്ടുന്നുണ്ടാവും, എന്നാൽ എന്തിൻ്റെയോ കുറവുണ്ട്. നമുക്ക് ശുദ്ധമായ വെള്ളമാണ്. ഈ മഴവില്ലിൽ നഷ്ടപ്പെട്ട കളറുകൾ നമ്മൾ പെയിൻറ് ചെയ്യുകയാണ്. അതാണ് നമ്മൾ പ്രസംഗിക്കുന്നത്. നമുക്ക് ഇത് ഗ്യാരണ്ടി ചെയ്യാൻ കഴിയില്ല. ഈ സഭയിലുള്ള എല്ലാവരും, അല്ലെങ്കിൽ നമ്മുടെ എല്ലാ CFC ചർച്ചിലും ഇങ്ങനെ ആളുകൾ ജീവിക്കുന്നു. എന്നാൽ ഒരു കാര്യം ഞാൻ പറയാം, ഞാൻ കഴിഞ്ഞ നാളുകളിൽ പലരോടും ഇത് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ പ്രസംഗിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ, അതിനെ ഗൗരവത്തോടെ എടുക്കുന്നെങ്കിൽ, ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാം, നിങ്ങൾക്ക് 100% ലഭിക്കും ആ ന്യായവിധി നാളിൽ.
ചില സമയത്ത് ഞാൻ എൻ്റെ കണ്ണുകൾ അടച്ച് അതിനുശേഷം ഞാനിങ്ങനെ ഇമാജിൻ ചെയ്യും. നാം രക്ഷിക്കപ്പെടുന്നതിന് മുമ്പേ നാം എല്ലാവരും നമ്മുടെ ഇമാജിനേഷൻ മോശപ്പെട്ട കാര്യങ്ങൾക്കായിട്ട് ഉപയോഗിച്ചു. എന്തുകൊണ്ട് നമ്മുടെ ചിന്താശക്തിയെ ചില നല്ല കാര്യങ്ങൾക്ക് ഉപയോഗിച്ചുകൂടാ? ഞാൻ എൻ്റെ കണ്ണുകളെ അടച്ച് ഞാൻ ഇങ്ങനെ ചിന്തിക്കും, യേശു ക്രിസ്തു മടങ്ങി വന്നു, അവൻ തൻ്റെ ന്യായാസനത്തിലിരുന്നു, ഒന്നിനു പിന്നാലെ ഒന്നായിട്ട് പല പേരുകളും വിളിച്ചുകൊണ്ടിരിക്കുന്നു. അവർ പോയി കർത്താവിൻ്റെ മുമ്പിൽ നിൽക്കുന്നു, കർത്താവ് അവരുടെ വീഡിയോ ടേപ്പ് നോക്കുന്നു. അവൻ്റെ ജീവിതത്തിൻ്റെ, അവൻ്റെ ആന്തരിക ജീവിതത്തിൻ്റെ, അവൻ്റെ ചിന്തയുടെ വീഡിയോ അവൻ തനിയെ ഇരുന്നപ്പം ചെയ്തത്, പുറത്തുള്ളതല്ല. ഇത് മതി, ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ്, വിധി പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ എൻ്റെ പേര് വിളിക്കുന്നു, ഞാൻ അവൻ്റെ മുമ്പാകെ നിൽക്കുന്നു. എനിക്കറിയാം എൻ്റെ ജീവിതത്തിൻ്റെ ആരംഭഘട്ടത്തിൽ എൻ്റെ വീണ്ടും ജനനത്തിൻ്റെ അനുഭവങ്ങൾ വളരെ മോശമായിരുന്നു. എന്നാൽ യേശു തൻ്റെ രക്തത്താൽ അതെല്ലാം കഴുകിക്കളഞ്ഞു. അത് കഴുകിക്കളയുക മാത്രമല്ല, ഇത് ഞാൻ ഒരിക്കലും ഓർക്കലെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞുള്ള ജീവിതത്തിലേക്ക് കർത്താവ് വന്നു. അവൻ കാണുന്നു ഞാൻ എങ്ങനെയാണ് അവിടെ പൊരുതിയത്. മനുഷ്യൻ്റെ ഒരു സാക്ഷ്യത്തിനായിട്ടല്ല. ഞാനെങ്ങനെ പൊരുതി യുദ്ധം ചെയ്തു എൻ്റെ ചിന്താജീവിതത്തിൽ, എൻ്റെ നാവിനെ നിയന്ത്രിക്കാൻ, എൻ്റെ മനോഭാവങ്ങളെ നിയന്ത്രിക്കാൻ, എൻ്റെ ലക്ഷ്യങ്ങളെ നിയന്ത്രിക്കാൻ. ഞാൻ മനുഷ്യൻ്റെ മാനം ആഗ്രഹിച്ചിട്ടല്ല, ഞാൻ ആരുടെയും പണം ഒരിക്കലും ആഗ്രഹിച്ചില്ല. എൻ്റെ അകത്തുള്ള ആഗ്രഹങ്ങൾ, എൻ്റെ മനസ്സിൽ ഞാൻ ഈ ചിത്രം കണ്ടു. ദൈവം എന്നോട് പറയുന്നു, നീ നിർമ്മലനാ, എനിക്ക് നിനക്കെതിരെ ഒന്നുമില്ല, ഞാൻ നിന്നെ വിധിക്കുന്നില്ല, നിനക്ക് പോവാം. ഞാൻ കർത്താവിനോട് ഒരു കർത്താവേ, ഇതാണ് എനിക്ക് വേണ്ടിയത്. ഞാൻ കാര്യമാക്കുന്നില്ല ഈ ലോകത്തിലുള്ള എല്ലാവരും ഞാനൊരു കള്ളപ്രവാചകനാണോ, ദുരുപദേശം പഠിപ്പിക്കുന്നവനെന്നോ. അവർക്ക് വേണമെങ്കിൽ പിശാചെന്ന് തന്നെ വിളിക്കട്ടെ. നീ എന്നോട് പറയുന്നത് കാര്യം മാത്രമേ പ്രധാനപ്പെട്ടതായിട്ടുള്ളൂ. ഞാൻ അങ്ങയുടെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കുമ്പോൾ മനുഷ്യൻ്റെ മാനത്തിനായിട്ട് ഒരിക്കലും ജീവിക്കില്ല. ഞാൻ ഒരിക്കലും ഒരു പ്രസംഗം ആരെയെങ്കിലും പ്രസാദിപ്പിക്കാൻ, ആരുടെയെങ്കിലും പ്രശംസയ്ക്കായി, അങ്ങനെയുള്ള ആളുകളെ ഒരുമിച്ച് കൂട്ടാൻ, അങ്ങനെ കർത്താവിൻ്റെ ശരീരം പണിയാൻ. എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ, ഞാൻ പ്രത്യാശിക്കുന്നു നിങ്ങളും ഇത് ആഗ്രഹിക്കുന്നെന്ന്. ദൈവത്തിന് മുഖപക്ഷമില്ല. നിങ്ങൾക്ക് ഈ ലോകത്തിൽ വിലയുള്ളതായി പണിയാൻ കഴിയുന്ന ഒരേ കാര്യം, ഇങ്ങനെ ആഗ്രഹിക്കുന്ന ആളുകളെ കൂട്ടിയുള്ള ഒരു സഭ. നാം ദൈവത്തിൻ്റെ മുഴു സത്യവും പ്രഘോഷിക്കുന്നു. അതുകൊണ്ട് എല്ലാ മനുഷ്യരുടെ രക്തത്തിൽ ഞാൻ ഒഴിവുള്ളവനാണ്. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞ പോലെ എനിക്ക് പറയാൻ കഴിയും. നമ്മുടെ തലവണക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ദയവായിട്ട് ഈ വചനങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് പോകരുത്. പിശാച് അത് മോഷ്ടിക്കാൻ ഇടവരുത്തരുത്. നിങ്ങളുടെ ജീവിതത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഈ കാര്യം മറ്റൊരു സന്ദേശം കേട്ടതുപോലെ ഇത് നിങ്ങൾ കേൾക്കരുത്. ദൈവം നിങ്ങളെ ഇവിടെ കൂട്ടിക്കൊണ്ടുവന്ന് ഒരു പക്ഷെങ്കിൽ ഈ സന്ദേശം കേൾക്കാനായിരിക്കും. കർത്താവിനോട് കർത്താവ് എന്നോട് കരുണ തോന്നണേ, കർത്താവെ എൻ്റെ കഴിഞ്ഞ കാലം എന്നോട് ക്ഷമിക്കണേ, കർത്താവെ ഈ കാര്യം ഗൗരവമായിട്ട് എടുക്കാൻ എന്നെ സഹായിക്കണേ. നന്ദി കർത്താവേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ. പ്രസംഗിക്കുന്ന പോലെ പ്രസംഗിക്കാൻ എനിക്കറിയില്ല കർത്താവേ. കർത്താവേ, നീ പാപത്തെ വെറുത്തതുപോലെ കർത്താവെ ഞാനും അത് കാണാൻ നീ അനുഗ്രഹിക്കണേ. ഞങ്ങളോട് കരുണ കാണിക്കണേ. അങ്ങേ ക്രൂശിൽ കുരിശിച്ചത് ഞങ്ങൾ ലഘുവായിട്ട് എടുക്കരുത്. ദൈവഭയം ഞങ്ങളെ പഠിപ്പിക്കണേ. നിൻ്റെ ആത്മാവിനെ ഞങ്ങളുടെ മേൽ പകരണേ. ദൈവഭയത്തിനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ വേറൊന്നും അങ്ങോട്ട് ചോദിക്കുന്നില്ല. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമീൻ.